ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. കറണ്ട് ബില്ല് അടയ്ക്കേണ്ടാത്ത സ്ഥലം, അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? എന്നാൽ അങ്ങനെ ഒരു സ്ഥലമുണ്ട്. നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനമായ കർണാടകയിലാണ് കറണ്ട് ബില്ല് അടയ്ക്കേണ്ടാത്തത്. നമ്മുടെ കേരളത്തിൽ എത്ര രൂപയാണല്ലേ കറണ്ട് ബില്ലായിട്ട് വരുന്നത്? നമ്മുടെ കേരളത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറേ കാര്യത്തിന് ഈ നാട് സ്വർഗമാണ്. അതുപോലെ തന്നെ ആധാർ കാർഡ് ഉള്ളവർക്ക് ഇവിടെ യാത്രയും സൗജന്യമാണ്. അതിനെക്കുറിച്ചൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് എൻ്റെ സ്ക്രീനിൽ നൽകിയേക്കാം. അപ്പോൾ ഇവിടെ എത്ര കറണ്ട് ഉപയോഗിച്ചാലും അതിന് ബില്ല് പേ ചെയ്യണ്ട. പക്ഷെ മാസം മാസം ഇവർക്ക് കറണ്ട് ബില്ലായിട്ട് വരും, പക്ഷെ പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കേട്ടപ്പോൾ ആദ്യം ഞാനൊന്ന് ഷോക്കായിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് അങ്ങനെയാണ്, ഇവർക്ക് കറണ്ട് ബില്ല് അതുപോലെ തന്നെ യാത്ര ചെയ്യാനായിട്ട് ഇവർക്ക് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ യാത്ര ഫ്രീ ആണ്. ഇവർക്ക് രണ്ട് രീതിയിലാണ് കറണ്ട് കിട്ടുന്നത്. ഒന്ന് സാധാരണ രീതിയിലുള്ള കറണ്ടും, രണ്ടാമത്തേത് സോളാർ വഴിയും ഇവർക്ക് കറണ്ട് കിട്ടുന്നുണ്ട്. ഇവിടെ അങ്ങനെ കറണ്ട് കിട്ടൊന്നുമില്ല. അഥവാ കറണ്ട് പോയാലും ഒന്നെങ്കിൽ ഒരു 2-3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ കറണ്ട് വന്നിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും വർക്കൊക്കെ നടന്നിട്ട് കറണ്ട് ഉണ്ടാവില്ല എങ്കിൽ ഇവർക്ക് തലേദിവസമേ അറിയിപ്പ് കൊടുത്തിരിക്കും, ഇന്ന ദിവസം ഇത്ര മണി മുതൽ ഇത്ര മണി വരെ കറണ്ട് ഉണ്ടാവില്ല എന്ന്. അവർ പറഞ്ഞ സമയത്ത് തന്നെ കറണ്ട് പോവുകയും ചെയ്യും, അവർ പറഞ്ഞ സമയത്ത് തന്നെ കറണ്ട് വരികയും ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ എല്ലാവർക്കും വെള്ളം കിട്ടുന്നുണ്ട്. എല്ലാ വീടുകളിലും കറണ്ട്, വെള്ളം, അതുപോലെ തന്നെ യാത്ര ചെയ്യാൻ യാത്രാ പാസ്, അതായത് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ ഫ്രീ ആണ്. പിന്നെ ഇവിടുത്തെ വെള്ളം കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ചെറിയൊരു ക്ലോറിൻ്റെ ചുവയുണ്ട്. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാനൊക്കെ കുടിക്കുന്നത് ഫിൽട്ടർ വാട്ടറാണ്. ഇവർക്ക് ആ വെള്ളം കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം ഇവർ ചെറുപ്പം തൊട്ടേ ഈ വെള്ളം തന്നെയാണല്ലോ കുടിച്ച് ശീലിച്ചത്. അതുകൊണ്ട് ഇവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ നമുക്ക് ആ വെള്ളം കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ കുടിക്കും, അഥവാ ഈ ഫിൽട്ടർ വാട്ടറൊക്കെ കിട്ടാത്ത അവസരത്തിൽ മാത്രമേ കുടിക്കാറുള്ളൂ. ജോലി സ്ഥലത്ത് ചില ദിവസങ്ങളിൽ ഫിൽട്ടർ വാട്ടർ കിട്ടാറില്ല. ആ ദിവസങ്ങളിൽ മാത്രമേ നമ്മൾ ഈ വെള്ളം കുടിക്കാറുള്ളൂ. പിന്നെ റൂമിലാണെങ്കിൽ ഇത് തിളപ്പിച്ചിട്ട് കുടിക്കാറുള്ളൂ. അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഒന്നെങ്കിൽ കറിവേപ്പിലയോ അല്ലെങ്കിൽ ഉലുവയോ ജീരകമോ ഒക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളമായിരിക്കും കുടിക്കുക. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഒട്ടും തന്നെ വൃത്തിയില്ലാത്തൊരു നാടാണ്. പ്രത്യേകിച്ച് കർണാടക, മഹാരാഷ്ട്ര ഇതുപോലുള്ള വില്ലേജ് ഏരിയാസ് ഉണ്ടല്ലോ. ഉദാഹരണത്തിന് ബസ്സിലൊക്കെ യാത്ര ചെയ്യുവാണെങ്കിൽ ഏറ്റവും ബാക്കിലായിട്ട് ബസ്സിൻ്റെ മുറുക്കി തുപ്പി വെച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ കടക്കാരൊക്കെ MRPയേക്കാൾ കൂട്ടിയാണ് സാധനങ്ങൾ വിൽക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 10 രൂപയുടെ ഒരു സാധനമാണെങ്കിൽ അവർ 11 രൂപയ്ക്കായിരിക്കും വിൽക്കുക. അതുപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സ് ഉണ്ടല്ലോ, ഇപ്പോൾ പെപ്സി, മിറാണ്ട അങ്ങനത്തെ സംഭവങ്ങൾ. ഇപ്പോൾ സാധാരണ ഇപ്പോൾ തണുക്കാത്ത ഒരു പെപ്സിയോ അല്ലെങ്കിൽ മിറാണ്ടയോ നമ്മൾ വാങ്ങിക്കുന്നെങ്കിൽ ചില ആൾക്കാർ ആ MRPയേക്കാൾ 1 രൂപ കൂട്ടി വാങ്ങിക്കും. തണുത്തതാണ് വാങ്ങിക്കുന്നതെങ്കിൽ 6 രൂപ കൂട്ടി വാങ്ങിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ കടക്കാർ. ഞാനിപ്പോൾ താമസിക്കുന്ന റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു കടയുണ്ട്. ആ കടയിൽ എല്ലാത്തിനും 1 രൂപ കൂട്ടിയാണ് അവർ വിൽക്കുന്നത്. ഇപ്പം ഞാനൊക്കെ 2 ആഴ്ച കൂടുമ്പോൾ ടൗണിൽ പോയി സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. എങ്കിലും പെട്ടെന്നൊക്കെ ഇപ്പോൾ പഞ്ചസാരയോ ചായപ്പൊടിയൊക്കെ തീരുവാണെങ്കിൽ നമ്മൾ ഫ്രണ്ടിലത്തെ കടയിൽ പോയി വാങ്ങിക്കുന്നത്. ഇപ്പോൾ 10 രൂപയുടെ ഒരു പാക്കറ്റ് ചായപ്പൊടിക്കാണെങ്കിൽ 11 രൂപയ്ക്ക് അവർ വാങ്ങിക്കുക. അതായത് നമ്മൾ വാങ്ങിക്കുന്ന ഏത് സാധനമാണോ ആ സാധനത്തിൻ്റെ യഥാർത്ഥ MRPയേക്കാൾ 1 രൂപ കൂട്ടിയാണ് വാങ്ങിക്കുന്നത്. പിന്നെ ഇവിടെ ഈ ഗ്രാമപ്രദേശമൊക്കെ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ കൂട്ടി വാങ്ങിക്കുന്നത്. നമ്മുടെ കേരളത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ കറണ്ട് ബില്ല് അടയ്ക്കേണ്ട, വെള്ളം എല്ലാവർക്കും ലഭിക്കുന്നു, അതുപോലെ യാത്ര സൗജന്യമാണ്. ബാക്കിയെല്ലാം നമ്മുടെ കേരളമാണ് കേട്ടോ ബെസ്റ്റ് എല്ലാ തരത്തിലും. അപ്പോൾ വരും വീഡിയോയിൽ തീർച്ചയായിട്ടും ഞാൻ കർണാടകയെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ ആക്കി നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.